സാർ ചിക്കൻ ഫ്രൈ. സൂപ്പ് അതിപ്പോ കൊണ്ടുവരാം സാർ. ആണല്ലേ? സാർ ബില്ല് വേണ്ട, നീ ടിപ്പായിട്ട് എടുത്തോ. താങ്ക് യു സാർ. ഓക്കെ ഓക്കെ. കാരണം ബില്ലും കൊണ്ടുവന്നിരിക്കുന്ന പുല്ലേ, അതൊക്കെ പ്രൊഡ്യൂസറെ ജോലിയല്ലേ. നമ്മളിങ്ങനെ ഇരിക്കുക, ചിക്കൻ ഫ്രൈ ചെയ്യുക. ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ. ഹലോ. അതെ അതെ, ഇരട്ട സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ജോസ് ജോയ്. അതെ തന്നെ അതെ തന്നെ. പിന്നെ ഞങ്ങളൊരു സ്ക്രിപ്റ്റിന്റെ വർക്കിലിരിക്കുമല്ലോ ഇപ്പം. പിന്നെ എത്രയോ പേരാണ് വിളിക്കുന്നത്. ഇന്നലെ തന്നെ രാജമൗലി വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെന്ന് 10 പേരോട് പറഞ്ഞാലേ അടുത്ത വർക്ക് കിട്ടത്തുള്ളൂ. അല്ലെ, ഞാൻ ഒന്നാമത് ഒളിച്ച് താമസിക്കുമ്പോഴാണ് ഇവിടെ താമസിക്കുന്നത്. അതിനെതിന് ഇന്നലത്തോടാ മലയാള സിനിമ ഞെട്ടാൻ പോണ ഒരു സംഭവം ഞാൻ അറിഞ്ഞു. എന്തോന്ന്? നമ്മളെ കൊണ്ട് ഒരു കിഴങ്ങും പറ്റൂല. സത്യം. 3 വർഷമായി ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതായിരുന്നില്ല. ഇന്നലെ ഞാൻ റിസപ്ഷനിൽ ചെന്നപ്പോഴേ നമ്മൾ കുടിച്ച ജ്യൂസിന്റെ ബില്ല് അവിടെ അടുക്കി വെച്ചിരിക്കണം. എത്ര ഉണ്ട്? 1.5 ലക്ഷം രൂപ. 1.5 രൂപ? എന്റെ ദൈവമേ, എന്നാ ചെയ്യൂടാവേ. ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് മുങ്ങാൻ പോവാണ്. ഞാൻ മുങ്ങാൻ പോകണം. അങ്ങനെയാണെന്നുണ്ട് ഒരു കാര്യം ചെയ്യാം. അത്രയും ജ്യൂസിന്റെ കൂടെ 2 ജ്യൂസ് കൂടെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് കുടിച്ചിട്ട് പോകാം. അതാണ് നല്ലത്. ഒരു കുഴപ്പമില്ല, ഞാൻ ഓർഡർ ചെയ്തിട്ട് ആട്രാ അങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വെല്ലു വന്ന്. ഹലോ, ആ 2 ജോസാ സാറേ. ജോസ്. പ്രൊഡ്യൂസർ. അതെ സാറേ. ഓക്കെ. ആ സ്ക്രിപ്റ്റാ തീർന്നു. അതല്ലാതെ സീൻ ബൈ സീനായിട്ട് എഴുതി ക്ലിയർ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. സാർ ഇങ്ങോട്ട് വന്നോ? എവിടെ റിസപ്ഷനിൽ വന്നാ? സാർ നീ എവിടെ പോന്നു? ഞാൻ പോകാൻ. നീ പോകുന്നില്ലേ? പുള്ളിക്കാരൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേ പ്രശ്നമാവും. ഞാൻ പറയാം. നമ്മൾ പുള്ളിക്കാരൻ വരുമ്പോഴത്തേക്കും നമ്മൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു അപ്പം പോയാ വേണ്ട. അവൻ പോട്ടെ, പുള്ളിക്കാരന് പിടി കൊടുക്കട്ടെ. എനിക്ക് പാത്തിരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനിവിടെ പാത്തിരുന്നോളാം അവിടുന്ന്. ഇതെപ്പോ കേറി? എപ്പോഴേ കയറി. ആണാ? കാരണം കേറി. ഈ ചെമ്പൂരി ടൈറ്റസിന്റെ ആദ്യത്തെ സിനിമയാണ്. അത് സൂപ്പർ ഹിറ്റ് ആവും. പിന്നല്ലാതെ. അതിനു വേണ്ടിയാണ് ഇരട്ട എഴുത്തുകാരെ ഈ ഹോട്ടലിൽ ഞാൻ എഴുതാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. 3 വർഷമായി. ഇന്ന് കഥ കേട്ടിട്ട് തിരിച്ചു പോകത്തുള്ളൂ. അല്ല ബേബി, 3 വർഷം എന്ന് പറയുമ്പോ ഒരുപാട് ക്യാഷ് ആവില്ലേ? ഇല്ല ബേബി, ഞാൻ ഫീൽഡിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും ഇവര് 5 വർഷം കൊണ്ടാണ് ഒരു സിനിമ എഴുതുന്നത്. പക്ഷെ ഇപ്പൊ 3 വർഷമല്ലേ ആയുള്ളൂ. അപ്പൊ നമുക്ക് ലാഭമല്ലേ? അത് 2 വർഷത്തെ ക്യാഷ് ലാഭം. ബേബി, പിന്നെ ഇൻഡസ്ട്രിയിൽ ഒരു ടോക്ക് ഉണ്ട്. ബേബി ഫഫേ ഞാൻ നനയാണെന്ന്. അത് മറ്റേ ഫാസിൽ എന്ന് പറഞ്ഞ ചെറുക്കനില്ലേ, ആ ചെറുക്കന്റെ പേര് ഫഫേന്നാക്കി, നസ്രിയ നസീം നനേന്നാക്കി. അതുപോലെ ബേബിയുടെ പേരും ഷോർട്ട് ആക്കണം. അങ്ങനെ സിനിമ വിജയിക്കും അല്ലേ? പിന്നെ അങ്ങനെയാണെങ്കിൽ എന്റെ പേരും ഷോർട്ട് ആക്കണം. ചെമ്പൂർ ടൈറ്റസ് എന്നുള്ളത് ചെമ്പൂരിന്റെ ചേയും ടൈറ്റസിന്റെ ഇറ്റയും. അപ്പൊ ചെറ്റെന്ന് വിളിക്കും. അത് വേണ്ട. ജൂനിയർ ഫഹദ് ഫാസിലും ജൂനിയർ നസ്രിയും. അത് മതി. ഇവിടെ പോയി എഴുത്തുകാരെ ഇവിടെ ഇല്ലെന്ന് തോന്നാട്ടന്മാര്. ഓ ബേബി, അവര് ബേബിനെ പറ്റിക്കാണ്. ഇവിടെ ആരുമില്ല. പറ്റിക്കാനാ? എന്റെ ജീവിതത്തിൽ ഇന്ന് അവർ ഓരോരുത്തരും പറ്റിച്ചിട്ടില്ല. പിന്നെ 10-25 രൂപ ഞാൻ പറ്റിക്കണ. ഈ പൊട്ടന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പറഞ്ഞായിരുന്നാ? ഓ ബേബിനെ അവര് പറ്റിക്കാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കൂ. അങ്ങനെ എന്നെ പറ്റിച്ചേച്ചാ ആമാരെ തോക്ക് ഉപയോഗിച്ച് ഞാൻ വെടിവെച്ച് കൊല്ലും. ഇവിടെ ഉണ്ട് കേട്ടാ. നൈസ് ക്വാളിറ്റി എന്നോണം. ഒരു ട്രിക്ക് കാണിച്ചു തരാം. ബേബി, അവന്മാർ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടാ. അതെ ബേബി, നമുക്ക് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം കേട്ടാ. നമുക്ക് പോണേ. നമ്മളെ പോയി കഴിച്ചു പോ, അടിച്ചടിച്ചു പോ. എടാ, ആ വെടല പോയെന്ന് തോന്നുന്നു കേട്ടാ. രക്ഷപ്പെട്ടു നമ്മള്. ദൈവമേ, ചെന്നത്തോടെ ജ്യൂസ് കൂടി തീർന്നു. ഇതുപോലെ കിഴങ്ങന്മാരുണ്ടോടാ? ഇത്രയും നാൾ ഈ ഫീൽഡ് നിന്നിട്ടേ അതേപോലെ ഒരു കിഴങ്ങൻ പ്രൊഡ്യൂസറാ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അണ്ണ ഇപ്പൊ വരണ്ടായിരുന്ന എന്തൊരു വിശേഷം ഉണ്ടാ? ഉണ്ണിക്കണോ? അല്ല, അണ്ണൻ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വല്ല അഴിച്ചു വെച്ചിരിക്കണ? അതുകൊണ്ടല്ല, പിന്നെ സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിന്നാൻ തോന്നും. അതും കൂടിയേ ഉള്ളു ബാക്കി. രണ്ടിടത്തിനെ കൊന്നോളാം ഞാൻ. ഇങ്ങോട്ട് മാറിയടാ. എടാ, 3 വർഷമായി ഈ ഹോട്ടലിൽ ഞാൻ റൂം എടുത്ത് തന്നിട്ട് ഇതുവരെ കഥയെ തീർത്തില്ല. മര്യാദ കഥയെ തീർത്തില്ല. ഞാൻ കഥ പറയാം. കഥ പറഞ്ഞില്ല, ബാ വലിച്ചു കയറി ഞാൻ. സാറിനെ ശ്രദ്ധിച്ചില്ല നീ? കണ്ടില്ലേ?
സത്യം പറയല്ല, ഈ സത്യം പറഞ്ഞാൽ സാർ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നപ്പോണ്ടല്ലോ വേറൊരു ലുക്ക് അടിപൊളിയല്ലോ ഇത് എവിടെ നിന്ന് മേടിച്ചു? അപ്പം മേടിച്ചത് നമ്മുടെ ഈ സിനിമ 50 ദിവസം ആഘോഷിക്കുമല്ലോ, അന്ന് ഇടാൻ വേണ്ടി വാങ്ങിച്ചാണ്. 50 അവിടെ എഴുതി തീർന്നില്ല, അതിന് 50 ദിവസത്തിനുള്ള നീക്കല്ലേ എഴുതുന്നത്, ഇറങ്ങുമല്ലെന്ന് ആർക്കറിയാം. അപ്പൊ അന്നിരുന്ന് പാകമായില്ലെങ്കില അതാണ് ഇപ്പോഴായിട്ടുണ്ട് വന്നത്. ഓഹോ. പിന്നെ റിലീസ് ഇടാൻ വേണ്ടി ഒരു ഷർട്ട് വാങ്ങിച്ചു, അത് ഇന്നലെ പാറ്റ വെട്ടി. ഇത് വെറുതെ എന്തിനാ പാറ്റ വെട്ടാൻ കൊടുക്കണത്? സാർ ഒന്ന് കൂളാവ്. ഞാൻ പറയണ, ഞാൻ ഇവനും കൂടെ ഏറ്റെടുത്ത് കഴിഞ്ഞ് 50 കോടി ക്ലബിൽ ഞാൻ കൊണ്ടുപോയി. നീയൊക്കെ ഇവിടെ എഴുതാൻ വന്നപ്പോ ആദ്യം പറഞ്ഞത് 500 കോടി ക്ലബ് എന്ന്, പിന്നെ പറഞ്ഞ് 250 കോടി ക്ലബ് എന്നും. 50 കോടി ക്ലബ്ബ് വേണ്ട. ഇടേ അവസാനം എന്റെ വീടിന്റെ അടുത്തുള്ള മലർവാടി ക്ലബിലെങ്കിലും ഇതിനെ സീറ്റ് കാണിക്കാൻ പറ്റുമോടെ? നമ്മൾ എഴുത്ത് എഴുതി കാണിക്കണം. സ്ക്രിപ്റ്റ് എല്ലാം റെഡി ആയിട്ടിരിക്കുമല്ലോ. നിങ്ങളെ ഒരുപാട് ഞാൻ വഴക്ക് പറഞ്ഞേട്ടാ. സ്ക്രിപ്റ്റ് ഒക്കെ ഇവിടെ എഴുതി അടുക്കി വെച്ചിരിക്കുന്നല്ലേ? അയ്യോ, അത് സ്ക്രിപ്റ്റ് അല്ല, ഞങ്ങൾ കഴിച്ച ഹോട്ടൽ ബില്ല്. നിങ്ങൾ വായിക്കുന്നതിന് മുമ്പ് എനിക്ക് നോക്കണം. കണ്ടോ, നീ വായിക്കുമായിരുന്ന വല്ല കുഴപ്പമുണ്ടായിരുന്നോ? ഇത് കൊടുക്കൂ. നീ കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്ത്. ഇല്ല, പൊളിയത്തില്ല. കണ്ണാടി വെച്ചോട്ട്, കണ്ണാടി വെച്ചോട്ട്. കപ്പ് പോടുന്നു. നല്ല കണ്ടന്റ് ഉണ്ടല്ലോ, ഇത് കൊറേ കേറും കേട്ടാ. വായിക്കാനല്ലേ കണ്ണാടി ചോദിച്ചാ? ഇല്ല, വെയിറ്റ് എടുത്താൽ ഞാൻ കണ്ണ് വേദനിക്കും, അങ്ങനെയാണ് കണ്ണാടി വെക്കണം. അങ്ങനായിരുന്നു. അപ്പൊ വായിക്കാം. അങ്ങനെ അങ്ങ് വായിച്ചാലാ കൂച്ചണ്ടേ? സത്യം പറഞ്ഞാൽ അത് പറയാനിരിക്കുമായിരിക്കും. എന്നാലല്ലേ ഒരു മൂടുള്ളൂ. നമ്മൾ ഈ വർക്ക് ചെയ്താൽ മാത്രം, നമ്മൾ അടിച്ചാൽ മാത്രം നമുക്ക് ആ കഥയിലൊക്കെ ഒന്ന് ആഴ്ന്ന് ഇറങ്ങാൻ എടുത്തോണ്ട് ഞാൻ ഒരു കാര്യം ഞാൻ കോച്ചാണെന്ന് പറഞ്ഞ് മടുക്കെന്ന് അടിക്കരുത്. എനിക്കറിയാം. ആദ്യം സ്കോച്ച് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നാക്ക് കൊഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഥ പറയാൻ പറ്റത്തില്ല. ഞാൻ മൂടാവുന്നവരെ അടിക്കാം. അത് മതി, അത് മതി. സ്കോച്ചൊക്കെ അടിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു 10 വർഷം പെടുന്ന ഈ പടം. അയ്യോ, സ്കോച്ച്. ഗ്ലാസ് ഉണ്ടോ നോക്കി, ഗ്ലാസ് ഉണ്ടോ നോക്കി. സ്കോച്ച് എന്ന് പറഞ്ഞിട്ട് അതാ മാട്ട സാധനമാണല്ലോ. അന്നേ നീയൊക്കെ നല്ല സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞോണ്ട് മാട്ട സ്ക്രിപ്റ്റുകളുടെ എനിക്ക് തരുന്നത്. അപ്പൊ ഇതൊക്കെ കൂച്ചിയാ മതി. സാറേ മാട്ടം പീട്ടെ ഒന്നും വേണ്ട നമുക്ക് ഇവിടെ. സാർ ആദ്യം നമ്മുടെ ഇവിടെ എഴുതാൻ വന്നപ്പോഴത്തേക്ക് സാർ ഒരു സാധനം വലിക്കാൻ തന്നല്ലോ. ആ സാധനം അടിക്കുവാണെങ്കിൽ കഥ ചറപറാന്ന് വരും. തനിക്കൊക്കെ ന്യൂജൻ ക്രിയേറ്റിവിറ്റി കിട്ടാൻ വേണ്ടി ഈ പാവം പിടിച്ച മനുഷ്യൻ കഞ്ചാവ് അന്വേഷിച്ച് എവിടം വരെ പോയെന്നറിയാമോ? അങ്ങനെ കഞ്ചാവ് കിട്ടിയിട്ട് അത് ഒറിജിനൽ ആണെന്ന് അറിയാൻ വേണ്ടിട്ട് ആ എറണാകുളം മാർക്കറ്റിന്റെ അകത്ത് പോയിന്ന് വലിച്ച് ഈ കഞ്ചാവും വലിച്ച് ഇങ്ങനെ ഈ കഞ്ചാവും വലിച്ച് കിളിയും പോയി അവിടെ വേസ്റ്റ് ഇടാൻ വെച്ച കങ്കാരു സണ്ണിയിൽ ഇടാണെന്ന് പറഞ്ഞ അതിന്റെ ചുണ്ടും കടിച്ചു പറിച്ച് അവസാനം അതിന്റെ ആ വേസ്റ്റ് കൊട്ടക്കകത്ത് കയറി അതിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയേക്കണെന്ന്. എന്റെ സാറേ, അത് മാത്രമല്ല, പിന്നെ ഞാൻ നോക്കിയപ്പോ മെട്രോ ട്രെയിൻ വിട്ടു പോണു. ഞാൻ വിചാരിച്ച എന്റെ അരഞ്ഞെണ്ണം പൊട്ടി ഓടണം. ഞാൻ എന്റെ പുറകെ ഓടിച്ചത് നിന്നപ്പോ ഒരു ട്രാഫിക് പോലീസുകാരൻ ലൈസൻസ് എടുക്കാൻ ഞാൻ മുണ്ടുപോയി കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവർ സ്കാൻ ചെയ്തോണ്ട് പോയി. എന്നിട്ട് വീട് ചെന്നപ്പോ 3 പറ്റി. ആർക്കൊക്കെ? എനിക്കും കഞ്ചാവിനും പിന്നെ ആ കങ്കാരുവിനും. പിന്നെ മെട്രോ ട്രെയിനിന്റെ പുറകെ ഓടിനെ പറ്റി. അത് പുറകെ വരണേ ഉള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ വായിക്കാം. സീൻ 1. ബാക്കി നീ വായി. ഞാനങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. സീൻ 1 തുടക്കത്തിൽ സീനാണ് പറയാൻ പോകുന്നത്. ഒരു ആഡംബര കാറ് ചീറിപ്പാഞ്ഞു വരികയാണ്. ചീറിപ്പാഞ്ഞ് വിജനമായ വഴിയിലൂടെ ഇങ്ങനെ വന്നിട്ട് അവിടുത്തെ ആൽത്തറയുടെ മൂട്ടിൽ വന്നിട്ട് ഒരു റൗണ്ട് അങ്ങോട്ട് കറങ്ങിയിട്ട് ഒരൊറ്റ ചവിട്ടി നിർത്താൻ ഇങ്ങനെ സൂപ്പർ. ഈ പൊടിപടലങ്ങളൊക്കെ ഇങ്ങനെ പറന്നിങ്ങനെ പൊങ്ങി അത് വേണം. അപ്പൊ നേരെ ക്യാമറ ജിപ്പി കൊടുക്കുന്നു. അവിടുന്ന് നേരെ കൊടുക്കുന്നു കഴിയുമ്പോഴത്തേനും ആ കാറിന്റെ ഡോർ തുറന്നു ഒരു അജാന ബാഹുവായ ഒരാൾ ഇറങ്ങി ഇങ്ങനെ ഗംഭീരായിട്ടുണ്ട്. അല്ല, അതാരത്? ആരത്? എടി ആരത്? ആ കാറിൽ നിറങ്ങുന്ന ആര്? നിങ്ങളെ കാറിൽ നിറങ്ങിയ ആളാ. എനിക്കെങ്ങനെ അറിയാം? എന്റെ കാര്യം എടി ആര് കാറിൽ നിറങ്ങി വന്നു? കഥ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇന്നെ തന്നെ പിടിച്ചു കൊന്നുകളാം. ഭ്രാന്തടുത്തിരിക്കുകയാണ് ഞാൻ. നല്ല കാര്യം, നമ്മൾ കുടിച്ച ഓരോ ജ്യൂസിനും നമ്മളെ ജീവന്റെ വിലയുണ്ട്. കാര്യം പറഞ്ഞു കൊടുക്കും. സാറേ കൂളാവും. സാറേ ഒന്ന് കൂളാവും.
സാറിന്റെ അടുത്ത് ആദ്യം നമ്മളൊരു കഥ പറഞ്ഞില്ലേ, റോക്കി എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് ആ കഥ സാറിന് ഇഷ്ടപ്പെട്ടായിരുന്നോ? നല്ല കഥയായിരുന്നു. നല്ല കഥയായിരുന്നല്ലോ. അപ്പോൾ ആ കഥ മര്യാദയ്ക്ക് നമ്മൾ എഴുതി ഒരു 6 മാസം ആയപ്പോഴാണ് സാറ് ഭ്രമയുഗം കണ്ടത്. അതെ. എന്നിട്ട് പറഞ്ഞ അതിൽ ഈ യക്ഷി വന്ന് നായകനെ കണ്ടുപോകണതിന് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ റോക്കിയെ കാണാൻ വേണ്ടി ഒരു യക്ഷി ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ ആ റൂട്ടിൽ കഥ പോയി. അങ്ങനെ എഴുതിയ സ്ക്രിപ്റ്റ് ആണ് എവിടെ നോക്കട്ടെ ആയിരിക്കണം ഈ സ്ക്രിപ്റ്റ്. റോക്കിയുടെ ഭ്രമം. അപ്പൊ അവിടെ എഴുതി വന്നപ്പോ ആ പടം വേറെ റൂട്ടാവും പറഞ്ഞപ്പോ സാറ് എന്നെ മാറ്റാൻ പറഞ്ഞു. അപ്പോഴാണ് സാറും മഞ്ഞമ്മൽ ബോയ്സ് എന്നുള്ള പടം സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. ആ റോക്കി എന്ന് പറയുന്ന നായകൻ ആ കുഴിക്കകത്ത് പോകണം, അവിടുന്ന് ആ റോക്കിനെ പൊക്കിയെടുത്താലേ കഥ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയ സ്ക്രിപ്റ്റ് ആണ് ഇതാണ് മഞ്ഞുമ്പൽ റോക്കി. അപ്പോഴാണ് നമ്മളെ കഷ്ടകാലത്തിൽ ആവേശം എന്ന് പറഞ്ഞൊരു പടം വന്നത്. അതിന്റെ 500 സീൻ എഴുതി മാറ്റി. അതിൽ വേറെ ഒന്നുമില്ല, എടാമോനെ മാത്രം. അതെ. പിന്നെ ഈ കൺഫ്യൂഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സോറി, ക്ഷമിക്കണം. അപ്പൊ നിങ്ങളുടെ തെറ്റല്ല. സത്യം. ഓ ബേബി, ബേബി ഞാൻ നോക്കി ബേബി, നമ്മുടെ കാറിൽ ആരുമില്ല. നമ്മുടെ കാറിൽ ആരും. അതൊക്കെ വിട്, അതൊക്കെ കളഞ്ഞില്ലേ, കളഞ്ഞാ? അതൊക്കെ ഓർമ്മിച്ചോണ്ടിരിക്കുന്നത്. ഇത് അവരുടെ തെറ്റല്ല, നമ്മുടെ തെറ്റാണ്. അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് ഇടയ്ക്ക് നമ്മൾ കൈകടത്തി. അവര് ആദ്യം പറഞ്ഞ കഥ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ സിനിമ ഇറങ്ങിയാണ്. അതെ, നമ്മുടെ തെറ്റാണ് തീർച്ചയായിട്ടും. ഈ പ്രൊഡ്യൂസറിന്റെ തെറ്റാണ്. നിങ്ങൾ ആ ആദ്യത്തെ കഥ ഒന്ന് വായിൽ കേൾക്കണം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നായകൻ എന്ന് പറയുന്ന ആള് നേരെ കാറിൽ വരികയാണ്. വിചിത്രമായ വലിയ ബോട്ട് കാറിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്നു. നേരെ ജംഗ്ഷനിലുള്ള ആൽത്തറാണ് ചവിട്ടിക്കൊണ്ടുവന്ന് 2 റൗണ്ട് ഇങ്ങനെ ചവിട്ടി നിർത്തുന്നു. പിന്നെ കാട്ടിൽ ഒറ്റ ചവിട്ടാണ്. വീണ്ടും അവിടുന്ന് കാറിന്റെ ഡോറ് തുറന്നിട്ട് ഒരു ബലിഷ്ടമായിട്ടുള്ള ഒരു കാലുകൾ ഇങ്ങനെ പുറത്തോട്ട് വന്ന് ചാടി ഒരു പടി മുമ്പിൽ. ആരത്? ആരാ വന്ന്? എനിക്കറിയില്ല. ഇതിൽ നിന്ന് ഇറങ്ങിയതാ, കാറിൽ നിന്ന് ഇറങ്ങിയ. അത് എനിക്കറിയാം, നിങ്ങളെ കറിയുന്നല്ലേ ഇറങ്ങി. എന്റെ കാറിൽ നിന്ന് ഇറങ്ങി. എനിക്കറിയില്ല ബേബി. അയ്യോ അമ്മ, അയ്യോ അമ്മേ, വയ്യ. അയ്യോ സോറി, യു കണ്ടിന്യൂ. ഓയ്യാ, കമാൺ ബേബി, ഓയ്യാ. നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതല്ലെന്ന് ഇവിടെ ഒരു പടത്തിന്റെ ഡിസ്കഷൻ നടക്കണം. അത് ഏത് ടൈപ്പ് പടമൊന്നും എനിക്ക് മനസ്സിലായി. പ്രൊഡ്യൂസർ. ഓ, പുള്ളിയല്ലേ നായകനും. എന്താ പറയണത്? നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഞാൻ ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായെന്ന്. അയ്യോ എടാ, അതല്ല, ഇവര് എഴുത്തുകാരാ, ഞാൻ പ്രൊഡ്യൂസർ. ഇവർ എഴുതായിരുത്തിരുന്നത് ഇതിന് കഥ എഴുതി തീർത്തിരുന്നു. അതാണ്. ഒരു കാര്യം ചെയ്യ്, ഈ ചെറുപ്പക്കാരെ ഇവിടെ കേട്ട് ഇവന് മുമ്പ് നീ കഥ പറഞ്ഞാൽ മതി. നമ്മളെ കഥ നമ്മളെ കഥ വെളി പറയാൻ കൊള്ളൂല. അപ്പൊ എന്റെ കഥ വെളി ഇറക്കണ്ടേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ കഥ ഈ പുറത്തു നിന്നുള്ള ഒരാൾ നിൽക്കുമ്പോ അങ്ങനെ പറയാൻ പറ്റില്ല. ആ കഥവിന്റെ കുറ്റി ഇടണം, അപ്പൊ നമ്മൾ അകത്താവുമല്ലോ. പറയാ അങ്ങോട്ട്. സാറേ കഥ അനിയന്നല്ലേ ഇവന്മാരെ കഥ പറയാം, അത് കേട്ടിട്ട് പോ. കഥ വേണം. ഈ കഥയുടെ നായകന്റെ പേരാണ് റോക്കി. റോക്കി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരമായ പണക്കാരനാണ്. അവന് 100 കാറുകളാണുള്ളത്. അവൻ രാവിലെ എഴുന്നേക്കുന്നു, കുളിക്കുന്നു, ഒരുങ്ങുന്നു. ആ 100 കാറുകളെയും നേരെ ഓട്ടത്തിന് വേണ്ടി അങ്ങ് പറഞ്ഞു വിടുക. ആ സമയം വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നിട്ട് അദ്ദേഹം ഈ ഗിറ്റാർ വെച്ച് ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കും. ഇങ്ങനെ വായിച്ചോണ്ട് അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് വായിച്ചു കഴിയുമ്പോൾ ഒരു 6-6:30 മണിയാകുമ്പോൾ ഈ കാറുകളെല്ലാം പോയി തിരിച്ചു കൊണ്ടുവരും. തിരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ ഇരുന്ന് ഗിറ്റാർ വായിച്ചോണ്ടിരിക്കും. ഒരിക്കൽ ഇങ്ങനെ വായിച്ചോണ്ടിരുന്ന സമയത്ത് ആരും എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു. ഇത് വേറൊരു രാജകുമാരി കണ്ടു. അവർക്ക് പെട്ടെന്ന് ഇയാളെടുത്ത് ഒരു ക്രഷ് അടിച്ചു. അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രേമം ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവനെക്കാട്ടും വലിയൊരു പണക്കാരനുമായിട്ട് ഈ രാജകുമാരി ക്രഷ് അടിക്കുന്നത്. ഇത് കണ്ടിട്ട് അവന് ഭയങ്കര സങ്കടമായി പോവാ. അങ്ങനെ നമ്മുടെ റോക്കി അതില് മറന്നുണ്ട് സ്വന്തം ഗിറ്റാറിന്റെ കമ്പിയിൽ ഒരു മരത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് ജീവിതഗതിയായ കഥ. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവസാനം ആ മരത്തിൽ റോക്കി തൂങ്ങിക്കിടന്ന ഗിറ്റാർ വായിക്കുന്നില്ല, അത് സൂപ്പർ ആയിട്ടുണ്ട്. വെരി ഗുഡ്, വെൽ ഡൺ. സാറേ അത് ഏത് കഥയെന്ന് അറിയാമോ? രമണനും ചന്ദ്രികയും. അതിലെ ആടുകള് ഇതില് കാറായി, അതിലെ ഓടക്കുഴല് ഇതില് ഗിത്താറായി. സാർ ഇപ്പൊ ഫൂളുമായി. അപ്പൊ എന്നെ പകയ കഥ പറഞ്ഞ് പറ്റിക്കാൻ സാർ ഒരു 5 കൊല്ലം കൂടെ സമയത്താ ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ഞാൻ വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കഥ അങ്ങോട്ട് പറയാം,
അത് നിങ്ങൾ ഏത് സിനിമ ആക്കാം. പോരെ? ഒരു സുപ്രഭാതം, ഒരു പോഷകാർ ചീരിപ്പാഞ്ഞ് വരുന്നു. ജംഗ്ഷനിൽ 5 റൗണ്ട് അടിച്ച ബ്രാക്കറ്റ് നിൽക്കുന്നു. അതിൽ നിന്നും ഒരു ആചാര്യബാഹുവായ ഒരു കാലൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അത് കണ്ട് പേടിച്ച് 2 ചെറുപ്പക്കാർ നിൽക്കുന്നു. ആരാ ചെറുപ്പക്കാര്? ആ ചെറുപ്പക്കാരാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ നമുക്ക് വേഷമുണ്ട്. സാർ അതൊക്കെ ഈ കാറിൽ നിന്ന് ഇറങ്ങണ കാലാരാണ്? ആ കാലനാണ് ഈ കാലൻ. നിന്നെ കൊല്ലൂടാ. കാര്യം പറ. നമ്മുടെ കാറിലുണ്ടായിരുന്ന ആരാന്ന് അറിയാമോ? ആരാ ആരാ ആരാ? ഞാൻ കണ്ടുപിടിച്ചു. ആടി പറ. എന്റെ അച്ഛൻ. എന്റെ അച്ഛന്റെ ഉച്ചി.